പാർലമെന്റിന്റെ രണ്ടു സഭകൾക്കും മുകളിലൂടെ പറത്തി ഒരു ബില്ല് ലക്ഷ്യം കണ്ടപ്പോൾ ഒരിക്കൽ കൂടി പകരം വീട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ. അതായത് വഖഫ് നിയമ ഭേദഗതി ബില്ല് രാജ്യസഭയിലും അങ്ങനെ പാസ്സായിരിക്കുന്നു. വോട്ടെടുപ്പിൽ 128 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 95 പേർ എതിർത്തിരിക്കുന്നു. അങ്ങനെ 128-95 എന്ന സ്കോറിൽ ഈ രാജ്യം ഭരിക്കുന്നവർ വിജയിച്ചു. കഴിഞ്ഞ ദിവസം ബില്ല് ലോകസഭ പാസാക്കിയത് നമ്മൾ കണ്ടതാണ്. ഇതോടെ ബില്ല് പാർലമെന്റ് കടന്നു. ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുകയാണ്. ആ ബില്ലിൽ രാഷ്ട്രപതി കൂടി ഒപ്പിട്ടാൽ അത് നിയമമായി വരും. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമായിരുന്നു പ്രതിപക്ഷ അംഗങ്ങളുടെ നിർദ്ദേശമെല്ലാം വോട്ടിനിട്ട് തള്ളിയത്. അങ്ങനെയാണ് ആ നിയമം പാസ്സായി വരുന്നത്, അല്ലെങ്കിൽ ബില്ല് പാസ്സാക്കിയെടുത്തത് എന്ന് പറയാം. വഖഫ് നിയമ ഭേദഗതി ബില്ല് ലോകസഭയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെ ചർച്ചകൾ നടന്നു. അതിനുശേഷമാണ് പാസ്സായത്. അവിടെ 232 വോട്ടിനെതിരെ 288 വോട്ടുകൾ നേടിയാണ് രാജ്യം ഭരിക്കുന്നവർ പാസ്സാക്കിയെടുത്തത്. 14 മണിക്കൂറിലേറെ നീണ്ട നടപടികൾക്ക് ശേഷമാണ് അങ്ങനെ ബില്ല് ലോകസഭ കടന്നത്. ഇപ്പോൾ രാജ്യസഭയിലും മണിക്കൂറുകൾ നീണ്ട ചർച്ച നടന്നു. അതിനുശേഷം പാസ്സാക്കിയെടുത്തു. ലോകസഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികളെല്ലാം വോട്ടിനിട്ട് തള്ളി. അതിൽ കേരളത്തിൽ നിന്നുള്ള KC വേണുഗോപാൽ, ET മുഹമ്മദ് ബഷീർ, K രാധാകൃഷ്ണൻ, NK പ്രേമചന്ദ്രൻ എന്നിവരുടെ നിർദ്ദേശങ്ങളും വോട്ടിനിട്ട് തള്ളി എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതായത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും CPM-ൻ്റെയും RSPയുടെയും MP നൽകിയ നിർദ്ദേശങ്ങളെല്ലാമാണ് വോട്ടിനിട്ട് തള്ളിയത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ആവശ്യം തള്ളി എന്നുള്ളതാണ് അർത്ഥം. വഖഫ് സ്വത്തുക്കളെ നിയന്ത്രിക്കുന്ന 95-ലെ നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് കേന്ദ്ര സർക്കാർ ബില്ല് അവതരിപ്പിച്ചത്. ബില്ല് പരിശോധിക്കാൻ രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി തങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ല എന്ന് പ്രതിപക്ഷം അതിരൂക്ഷമായി വാദിച്ചു. ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും സർക്കാർ ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്താനും അവകാശങ്ങൾ നിഷേധിക്കാനും ശ്രമിക്കുകയാണെന്നും ഭരണഘടനയ്ക്കെതിരെ 4D ആക്രമണം നടത്തുകയാണെന്നും കോൺഗ്രസ് അതിരൂക്ഷമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിയുന്നത്ര പിടിച്ചു നിന്നതിന് ശേഷമാണ് കോൺഗ്രസ് പിന്നീട് കീഴടങ്ങിയത്. കേരളത്തിലാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇത് ശ്രദ്ധിക്കപ്പെട്ടത് എന്ന് പറയാം. കാരണം മുനമ്പത്തെ സമരം തന്നെയാണത്. കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു കൂടെ പറയുന്നൊരു വാക്കായിരുന്നു മുനമ്പം എന്നുള്ളത്. മുനമ്പം വിഷയം അവർ രാജ്യമൊട്ടുക്കെ കൊണ്ടുവന്ന് അത് കത്തിച്ചുകൊണ്ടാണ് ലോകസഭയിലും രാജ്യസഭയിലും ബില്ലിനെ പരാമർശിച്ചു കൊണ്ടിരുന്നത്. നമുക്കറിയാം, മുനമ്പത്തെ പ്രശ്നം, ഈ കേരളത്തിലെ പ്രശ്നം കേരളത്തിലെ സർക്കാർ വിചാരിച്ചുവെങ്കിൽ എന്നേ തീർക്കാമായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെയുണ്ട്. പക്ഷേ പാർലമെൻറ്റിൽ പല സമയങ്ങളിലും അത് ചർച്ചയാക്കേണ്ടി വന്നു. അവസാനം ബില്ല് രാജ്യസഭ കൂടി കടന്ന് നിയമമായി വരുമെന്നുറപ്പായതോടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ മുനമ്പത്തും പടക്കം പൊട്ടിച്ചും പ്രകടനം നടത്തിയും സമരക്കാരുടെ ആഹ്ലാദ പ്രകടനം നമ്മൾ കണ്ടു. അപ്പോൾ കേരളത്തിൽ വെച്ച് തന്നെ തീർക്കാവുന്ന പ്രശ്നങ്ങൾ അതൊരു രാജ്യവ്യാപകമായ പ്രശ്നമാക്കി തീർത്ത് കേരളത്തിലും ചെറിയൊരു തരത്തിൽ വിഭാഗീയത ഉണ്ടാക്കി എന്നുള്ളത് അത് കേരള സർക്കാരിന് തന്നെ അവകാശപ്പെട്ടതായി മാറിയിരിക്കുന്നു. പക്ഷെ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് സമരം ചെയ്യുന്നവരാണ് ആ പ്രകടനം നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ആളുകൾ. ഏതായാലും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വളരെയധികം ബാധിക്കുന്ന ഒരു ബില്ലിനെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് തന്നെയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുമുള്ള MP-മാരും നടത്തിയത് എന്നതിൽ സംശയമില്ല. കേരളം അങ്ങനെ ഒറ്റക്കെട്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒറ്റക്കെട്ടായി വഖഫ് ബില്ലിനെതിരെയാണ് പൊരുതിയത് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളം ഇതിൽ തോറ്റു എന്ന് പറയുന്നതാണ് ശരി.